മനുഷ്യന്റെ പല്ലുകൾ നോക്കൂ, അവ സസ്യബുക്കിനോട് സമാനമായ പല്ലുകളാണ്. മാംസബുക്കുകളായിരുന്നെങ്കിൽ അവയ്ക്ക് കൂർത്ത പല്ലുകൾ ഉണ്ടായേനെ എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. ഇങ്ങനെ പറയുന്നവരോട് തിരിച്ചു ചോദിക്കുക, ശ്വാസകോശം കൊണ്ട് അന്തരീക്ഷവായു ശ്വസിക്കുന്ന ജീവികളാണ് ഡോൾഫിനുകൾ എന്ന് കരുതി ആരെങ്കിലും ഡോൾഫിൻ ജലജീവി അല്ല എന്ന് പറയുമോ? കാരണം നമ്മൾ മനുഷ്യർ കരയിലാണ് ജീവിക്കുന്നത്. നമ്മൾ ശ്വാസകോശം കൊണ്ട് അന്തരീക്ഷവായു ശ്വസിക്കുന്ന ജീവികൾ തന്നെയാണ്. പക്ഷെ ഡോൾഫിനുകളോ? അവ ജലജീവിയാണ്, പക്ഷെ അവയും ശ്വാസകോശം കൊണ്ട് തന്നെയാണ് അന്തരീക്ഷവായു ശ്വസിക്കുന്നത്. കാരണം പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ കരയിൽ ഉണ്ടായിരുന്ന ഡോൾഫിനുകൾ ജലത്തിലേക്കായി മാറി. പക്ഷെ അങ്ങനെ മാറുമ്പോഴും അവയുടെ എല്ലാ അവയവങ്ങളും മാറണമെന്ന് നിർബന്ധമില്ല എന്നതാണ് അതിന്റെ അർത്ഥം. മനുഷ്യരും അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യന്റെ പൂർവികർ സസ്യബുക്കുകളായിരുന്നു. കാരണം അവർക്ക് വേവിക്കാത്ത ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാനുള്ള ബാക്ടീരിയകൾ വയറുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചിരുന്നത്? ഒരുപാട് സമയം ഭക്ഷണം ദഹിപ്പിക്കാൻ എടുക്കും. എനർജി മൊത്തം അവിടെ തീരും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പൂർവികരുടെ മസ്തിഷ്കം വികസിച്ചിരുന്നില്ല. കാരണം എനർജി മൊത്തം ഈ ഭക്ഷണം ദഹിപ്പിക്കാൻ എടുക്കും. പക്ഷെ എന്നാണോ നമ്മളുടെ പൂർവികർ വേവിച്ച ഭക്ഷണവും വേവിച്ച മാംസവും കഴിച്ചു തുടങ്ങിയത്, അന്ന് എന്താണ് സംഭവിച്ചത്? വേവിച്ച ഭക്ഷണം കഴിച്ചപ്പോൾ പെട്ടെന്ന് ദഹനം സാധിക്കുന്നു. അതുകൊണ്ട് അത്രയും എനർജി നമുക്ക് ലാഭമായി. പരിണാമപരമായി ആ ലാഭം മസ്തിഷ്കത്തിന്റെ വികസനത്തിന് കിട്ടി. മസ്തിഷ്കം വികസിച്ചു. ഇതുമൂലം എന്താണ് സംഭവിച്ചത്? നമുക്ക് ബുദ്ധിയുള്ള ഒരു മസ്തിഷ്കം ലഭിച്ചു. ശരീര വലിപ്പം വെച്ച് പ്രതീക്ഷിക്കുന്നതിന്റെ 1/3 വലിപ്പമേ നമ്മുടെ ആമാശയത്തിനുള്ളൂ. ഈ വേവിച്ച ഭക്ഷണത്തിന് ഗുണം കൂടുതലായതിനാൽ കുറച്ചളവ് കഴിച്ചാൽ മതി. അത് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. അത്രയും എനർജി ലാഭമായി. ആ ലാഭം എന്തിനു കിട്ടി? നമ്മുടെ മസ്തിഷ്കത്തിന്റെ വികസനത്തിന് കിട്ടി.